يا مرادي مرادي أهل بدر يا مرادي. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. റമളാനിലെ വിശേഷപ്പെട്ട ദിവസം, സഹിക്കാൻ പറ്റാത്ത വാർത്ത. ആ കുടുംബത്തെ, ആ മാതാപിതാക്കളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അവരോട് എന്ത് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം കിട്ടുക? ആര് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം ലഭിക്കുക? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുള്ളൂ. മരണപ്പെട്ടവർ പോയിരിക്കുന്നത് പടച്ച റബ്ബിലേക്കാണ്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾ. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. റമളാനിലെ സന്തോഷം നിറഞ്ഞ ആ ഒരു കുടുംബം പെട്ടെന്ന് നിശബ്ദതയിലായി പോവുകയാണ്, കണ്ണീരിലായി പോവുകയാണ്. ആ നാടിനെ, മലപ്പുറം അരീക്കോടിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. നോമ്പുമായി ബന്ധപ്പെട്ട് ഉമ്മയുടെ വീട്ടിൽ നോമ്പ് തുറക്ക് പോയതായിരുന്നു പൊന്നുമോനെയും കൂട്ടി. എന്താ ചെയ്യുക, പടച്ച റബ്ബിൻ്റെ കലാ അങ്ങനെയായിരിക്കാം. ആ വീട്ടുമുറ്റത്ത് കളിയും ചിരിയുമായി ഓടി നടന്ന ആ പൊന്നുമോൻ മുഹമ്മദ് ഹനാൻ എന്ന ആ ഒരു 3 വയസ്സുകാരൻ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ വെറും ഓർമ്മകളായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോന് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിരവധി സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടി വരുന്നത്. അപകടത്തിലും അബദ്ധത്തിലുമായി നമ്മുടെ മക്കൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും, തീർച്ച. സ്വന്തം മൂത്താപ്പാക്ക് പറ്റിയ ചെറിയൊരു അശ്രദ്ധ ആ ഒരു പൊന്നുമോൻ്റെ ജീവനില്ലാതായി. ആ മൂത്താപ്പ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടു നിൽക്കാനാവില്ല എന്ന് അവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് കേട്ടു. എങ്ങനെ സഹിക്കാനാ? അവർക്ക് തോന്നുന്നുണ്ടാവില്ലേ, ഞാൻ കാരണം, എൻ്റെ ഒരു അശ്രദ്ധ മൂലം ആ പൊന്നുമോൻ മരണപ്പെട്ടു എന്ന്. ഇത് അശ്രദ്ധയല്ല, അവർ കണ്ടിട്ടില്ല ആ മോനെ. മൂത്താപ്പ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ ആ മോനെ മൂത്താപ്പ കണ്ടില്ലായിരുന്നു. വണ്ടിയുടെ പിറകിൽ ആ പൊന്നുമോനുണ്ടെന്ന്. മക്കൾ അങ്ങനെയാണല്ലോ, വണ്ടിയുടെ ശബ്ദം കേട്ടാൽ അവർ ഓടിയെത്തും. അതുപോലെ സന്തോഷത്തോടെ ഓടി വന്നതായിരുന്നു. ഇതാണെങ്കിൽ മൂത്താപ്പ കണ്ടതുമില്ല. വണ്ടിയുടെ പിറകിലായിരുന്നു ആ പൊന്നുമോൻ. വണ്ടി എടുത്തതും റിവേഴ്സ് എടുക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ വണ്ടിക്ക് പിന്നിലുണ്ടെന്ന് ആ പാവം മൂത്താപ്പ കണ്ടില്ല, അറിഞ്ഞില്ല. പിക്കപ്പ് വാന് പിറകിലോട്ടെടുത്തതും ആ വാഹനത്തിൻ്റെ അടിയിൽ പെടുകയായിരുന്നു പൊന്നുമോൻ. ആ വാന് കുട്ടിയുടെ ദേഹത്ത് തട്ടിയിട്ടും അവരറിഞ്ഞില്ല, വീണ്ടും പിന്നിലോട്ട് എടുക്കുകയായിരുന്നു. ആ വീട്ടുമുറ്റത്ത് ആകെ കൂക്കിയും ബഹളവുമായിരുന്നു. ചോരയിൽ കുളിച്ച മോനെയും എടുത്ത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ചേലക്കാട് സ്വദേശികളായ അഫീഫ് ലബീബ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ടുപോയ മുഹമ്മദ് ഹനാൻ. ആ ദമ്പതികളുടെ ഏക പ്രതീക്ഷയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. മരണം എന്നുള്ളത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ്. പടച്ച റബ്ബ് ഓരോ മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ മുന്നറിയിപ്പുകളാണ്. ഇതുപോലെ വാഹനവുമായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ, വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ ഒരു വട്ടം കൂടി പുറത്തേക്ക് ഇറങ്ങി നോക്കണം പ്രിയപ്പെട്ടവരെ. നോക്കുക, നമ്മളൊക്കെ ഓർക്കുക, നമ്മുടെയൊക്കെ ഒരു ചെറിയൊരു അശ്രദ്ധ മതി ഒരു ആയുഷ്കാലം മുഴുവൻ നീറുന്ന സങ്കടവുമായി കഴിയാൻ. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ഇനി ഒരു കുടുംബത്തിനും ഇതുപോലൊരവസ്ഥ വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. റമളാൻ മാസമാണ്. നിങ്ങളുടെയൊക്കെ ദുആ പടച്ച റബ്ബ് തീർച്ചയായും കേൾക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, മുഹമ്മദ് സിനാൻ എന്ന ഈ 3 വയസ്സുകാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അള്ളാഹുവേ, ആ പൊന്നുമോന് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് റബ്ബേ. ഒരുപാട് മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ. എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബേ സ്വന്തം മക്കളുടെ ഖബറിനരികിൽ പൊട്ടിക്കരയുന്നത്. പടച്ച റബ്ബേ, കാണാൻ കഴിയുന്നില്ല റബ്ബേ, സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമുക്ക് നാളെ കഫപ്പുടവാണിയിക്കേണ്ട മക്കളാണ് റബ്ബേ. അവരെ നീ നേരത്തെ കാലത്തെ വിളിക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ.
പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾ ചെറിയ മക്കളാണ് റബ്ബേ. അബദ്ധത്തിലും അപകടത്തിലും വന്ന് പെടാം റബ്ബേ. നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. നാളെ സ്വർഗത്തിൽ പൊന്നു മക്കളെയും അവരുടെ മാതാപിതാക്കളെയും നീ ഒരുമിപ്പിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.